ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും FF ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ചിക്കനോ മട്ടനോ ബീഫും ഇല്ല, നമുക്ക് എങ്ങനെ ഈസി ആയിട്ടൊരു റെസിപ്പി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് പറയാമേ. ഇനി നമുക്ക് ഇവിടെ അതിനാവശ്യമായ 4 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാത്തത്. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഉണ്ണിയപ്പച്ചട്ടി തയ്യാറാക്കിയത്. ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട. നമ്മൾ പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് വീത്തിയതിന് ശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെ ഒന്ന് പൊരിച്ചെടുത്താൽ മതിയാകും. ഉണ്ണിയപ്പച്ചട്ടി ഉള്ളവർ കുറച്ചൊന്ന് ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ്ഗിനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോഴത്തേക്കും ഫ്ലെയിം 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റുമല്ലോ, ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് ഇളവി വരും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല ബോൾ പോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഷേപ്പായിട്ട് നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ഉള്ളവർ അങ്ങനെ തന്നെ തയ്യാറാക്കുക. നമ്മളെ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. പാനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇങ്ങനെ ബാക്കി മുട്ടയും കൂടെ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം. ബീഫോ ചിക്കനോ മട്ടനോ ഇല്ലെങ്കിലും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കിനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ മക്കൾക്ക് രാവിലെ എന്താണ് വെറൈറ്റി സ്നാക്സും കാപ്പിയൊക്കെ തയ്യാറാക്കുന്നതെന്നുള്ള ടെൻഷനായിരിക്കും. നിങ്ങൾ എന്തായാലും മക്കൾക്ക് ഇത് ഒരു വട്ടം തയ്യാറാക്കി നോക്കൂ, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി ബാക്കി മുട്ടയെ നമുക്കിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴികെ ബാക്കി ഏത് ഓയിൽ എടുത്താലും മതിയാകും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു വലിയ സവാള ഇങ്ങനെ ഇതളാക്കി ഇങ്ങനെ എടുക്കണം. കട്ട് ചെയ്ത് ഇതളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് തക്കാളിയുടെ പകുതി ഹാഫാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു 3 സ്പൂൺ തക്കാളി സോസാണ്, അതും കൂടെ ആഡ് ചെയ്ത് 1 സ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ള എരിക്കനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒന്ന് തിളച്ച വെള്ളം, നമ്മളുടെ 250 ഗ്രാം ഗ്ലാസ്സിലാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്രേവിക്കനുസരിച്ച് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കൊരു 1/2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നല്ലൊരു തിക്കാവുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. മുട്ടയിലോട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നിന്ന് ലോയിലാക്കി വയ്ക്കാം. കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ആരും ട്രൈ ചെയ്യാത്ത നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്ക് അടിക്കുകയും ഇതുപോലെ തിരിച്ച് നിങ്ങൾ ഇത് വീഡിയോസ് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.